ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പൊ എന്തായാലും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഒരു കംബാക്ക് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു Q&A വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതായാലും അതിന് ഒറ്റയടിക്ക് റാപ്പിഡായിട്ട് ഉത്തരം തരാമെന്ന് വിചാരിച്ചു. ലൈക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തരാം. അപ്പം ആദ്യം തന്നെ ചോദിച്ചത് എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്നാണ്. ഐ തിങ്ക് ഇവിടെ ഞാൻ ഇടാം ആ ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളൊക്കെ. അപ്പം എവിടെയായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് നിർത്തി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തു എന്ന് വെച്ചാൽ അഫ്കോഴ്സ് അറിയാലോ, ബിടെക്കാരനാണ്, സപ്ലൈ ഉണ്ടാവും എന്നൊന്നും പറയുന്നില്ല. അതിൽ സപ്ലൈ അടിച്ചാൽ ക്ലിയർ ചെയ്യണം. അപ്പം അതിൻ്റെതായ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ അതാണ് ബേസിക്കലി അതിനുള്ളൊരു മറുപടി ആയിട്ട് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ അതിൽ പുതിയ ഇൻട്രോ കണ്ടിട്ടുണ്ടാവും. ലൈക്ക് ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഇത്ര കാലം സീസൺ കൊണ്ടുപോയപ്പോൾ തന്നെ നമ്മളൊരു പുതിയ ഒരു വേയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻട്രോ ഔട്ട്ഡോർ ഒക്കെ വരുന്നുണ്ട്. അവിടെ ലാസ്റ്റ് വരും. പിന്നെ ഇൻട്രോ വീഡിയോ കണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആഗ്രഹം ചോദിച്ചിട്ടുണ്ട്, ടെൽ മി മൈസെൽഫ്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലോട്ട് പൈസ കിട്ടുന്നുണ്ടോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബേസിക്കലി യൂട്യൂബിൽ പൈസ കാര്യമൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം അതാണ്. പിന്നെ ഞാൻ ആരാണെന്ന് വെച്ചാൽ എൻ്റെ പേര് മുഹമ്മദ് ലുത്ഫി എന്നാണ്. ഇവിടെ വരുന്നുണ്ടല്ലോ. അപ്പം ആ ടെക്സ്റ്റ് വരുന്ന ആ ആളാണ് ഞാൻ. അതുപോലെ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഒരു 4th ഇയറിലോട്ട് കിടക്കുന്നു. സീനിയേഴ്സൊക്കെ ആവുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു പയ്യനാണ്. പിന്നെ എന്തുകൊണ്ട് യൂട്യൂബ്, പൈസ അല്ലെങ്കിൽ എന്തുകൊണ്ട് യൂട്യൂബ് ചിലർ ചോദിക്കാം. അപ്പം അതിന് ബേസിക്കലി ഒരു കാര്യം വെച്ചാൽ എനിക്കൊരു സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഇപ്പം നിങ്ങളോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്കൊരു ഭയങ്കര അൾട്രാ സംസാരക്കാരനൊന്നല്ല. അപ്പോൾ അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബേസിക്കലി ഐ വാസ് ഇംപ്രൂവിങ് മൈസെൽഫ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം. പിന്നെ ഇവരെ അങ്ങനെ ചോദിച്ചു, എനിക്ക് അറിയുന്ന ഒരു സൈറ്റാണ് തോന്നുന്നു. ലാപ്പിന് എന്ത് പറ്റി ഒരു മാക്ക് ഉണ്ടായിരുന്നു. ഇതല്ലാതെ സാധനം കൂടി ഉണ്ടായിരുന്നു. ബേസിക്കലി അത് അടിച്ചുപോയി. അയ്യോ. അപ്പം അതിൻ്റെതായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു. നമ്മൾ ഈ വീഡിയോ ഇറക്കിയല്ലോ. അപ്പം അതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിവൈസ് ആയിരുന്നു. എൻ്റെ എല്ലാ പണികളും പണി എടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകളൊക്കെ ആയിരുന്നു. അസ് തിങ്സ്. പിന്നെ ഈ സമയത്ത് ഒരാൾക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ലേ, ഈ കാര്യങ്ങളൊക്കെ ഇല്ല. യെസ്, ഓഫ്കോഴ്സ് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സർക്കിൾ ഷെയർ ചെയ്യുന്ന ആയിട്ടും ശകര വെറുപ്പിക്കലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം പ്രിയപ്പെട്ട ഞങ്ങൾ സീനിയേഴ്സ്, ഞങ്ങൾ കോളേജിൽ അത്യാവശ്യം അടിപൊളി ആൾക്കാരായിരുന്നു. അവരൊക്കെ ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് ഗൈഡ് ചെയ്തതാണ്. ഞങ്ങൾ ഒരു ഏജ് മൂത്തതാണെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് പോലെ തന്നെ അവരായിരുന്നു. അപ്പോൾ അവർ ഇപ്പം പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസും പോയിട്ടുണ്ട്. കുറേ ഇവൻസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഇതിനു മുമ്പൊക്കെ ഉണ്ടല്ലോ, ഫുഡ് അടിക്കാൻ പോയ ഇവൻ്റൊക്കെ, അങ്ങനത്തെ ഷണ്ടുമാരി ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ആ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായി പോയി. എന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ ഈ Q&A അപ്പുറത്തോട്ട് എനിക്ക് ബിഗ് താങ്ക്സ് പറഞ്ഞാൽ നിങ്ങളോട് എല്ലാവരുടെയാണ്. കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ അന്ന് നിർത്തി പോവാണെന്നുള്ളൊരു കാര്യം ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ തന്ന റെസ്പോൺസ് പലരും ഞാൻ എക്സ്പെക്ട് പോലും ചെയ്യാത്ത ആൾക്കാർ വന്നിട്ടായിരുന്നു ലുത്ഫി ലൈക്ക് ഞാൻ ഇൻസ്പയറിംഗ് ആണെന്നൊക്കെ പറഞ്ഞത്. എല്ലാവരും ഇൻസ്പയറിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കഴിഞ്ഞ രൂപത്തിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണുന്നതായിരിക്കും ഇൻട്രോയിലും അല്ലെങ്കിൽ ലൈക്ക് ചാനലിൻ്റെ പേരൊക്കെ മാറിയത്. നമ്മളൊരു റീബ്രാൻഡിങ് പോലെ തന്നെയാണ്. ലൂസർ വേഴ്സ് എന്നാണ് ഉള്ളത്. അതും എവിടെയെങ്കിലൊക്കെ ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അപ്പം അതാണ് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. അത് നിങ്ങൾ എണീക്ക്, ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഇങ്ങോട്ട് അത് നമ്മൾ കുറച്ച് പുസ്തകപ്പൂയ ആവാൻ വേണ്ടി എന്നല്ലെങ്കിൽ കുറച്ച് പുസ്തക വായനൊക്കെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ഓഫ് ഒരു ബുക്കിൻ്റെതാണ്. ഞാൻ പുസ്തകം പ്രേമി എന്നല്ലെങ്കിൽ അതിന് ഓർക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് നമ്മളൊരു പഴയ വാതിൽ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഏതായാലും നമ്മൾ പുതിയ തിങ്സ് ആണ്, പുതിയ ചാനലാണ്, പുതിയ തിങ്സ് അല്ലേ. അപ്പം അതിൻ്റെതായ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒറ്റ ഷോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ഞാൻ പറയുന്നത്. അപ്പം നമ്മളൊരു ചാനലിനൊരു പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 2020 എന്തോ തുടങ്ങിയ ചാനലാണ്. നോട്ട് ഇൻ ഫസ്റ്റ് യൂട്യൂബാണ്. നമ്മൾ സ്പോട്ടിഫൈ അതുപോലെ പോഡ്കാസ്റ്റ് അങ്ങനെ ഗ്രോ അപ്പ് ചെയ്ത ചാനലാണ്. അപ്പം അതിലൊരു ഇഷ്ടം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നേ നമ്മളൊരു ലൂതർവേഴ്സ് എന്നാണല്ലോ, ഒരു മൾട്ടിവേഴ്സ് പോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ലാപ്ടോപ്പിൽ അതിലൂടെ. അപ്പം ആദ്യം സിംപ്ലി ലൂതർ, അതെൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്. അതിലേക്ക് അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് ഒരു കൈൻഡ് ഓഫ് വർക്ക്സ് ഒക്കെ വരുന്നത്. പിന്നെ ലൈഫ് ലുത്ഫി എന്ന വേറെ സാധനം ഉണ്ട്. അതെൻ്റെ കാരണമായി പേഴ്സണൽ അക്കൗണ്ടാണ്. എൻ്റെ ഏറ്റവും ഫ്രണ്ട് സോൺ ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതല്ലാതെ നിങ്ങൾക്കായിട്ടൊരു സ്പേസ് ഉണ്ട്. ഇതിൻ്റെ സാധനം ഉണ്ട്. പിന്നെ പറയാം. കാരണം നമ്മളേതായാലും നമ്മുടെ പോഡ്കാസ്റ്റ് മൊത്തമായിട്ടൊരു രൂപത്തിൽ മാറ്റുകയാണ്. എപ്പോഴും ഞാൻ ഒരാൾ മാത്രം ടോക്ക് ഷോ പോലെ ആയിട്ടുണ്ട്. നമ്മളതൊരു പോഡ്കാസ്റ്റ് ഒരു ഫൺ രൂപത്തിലോട്ട് ആക്കാണ്. ഇപ്പം പോഡ്കാസ്റ്റ് ആണല്ലോ ട്രെൻഡ്. കാർത്തിക് സൂര്യ ആണെങ്കിലും ബാക്കി എല്ലാവരും ആയിട്ടാണെങ്കിലൊക്കെ.
അപ്പോൾ ജസ്റ്റ് ലൈക്ക് അങ്ങനെ ഒരു സാധനം നമ്മളാണ് ആദ്യം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിപൊളി റീബ്രാൻഡിങ് പ്രശ്നം വരുന്നുണ്ട്. അതിന് വീഡിയോ സൂണിൽ നമുക്ക് ഇടാം, ആ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ കുറച്ച് വ്ളോഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ലൈക്ക് നമ്മൾ ചാനലിന്റെ പാത്ത് പറയുകയാണെങ്കിൽ നമ്മൾ 2020 സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. അവിടുന്ന് 2 വർഷത്തോളം നമ്മൾ സ്പോട്ടിഫൈയിൽ തന്നെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂട്യൂബിലോട്ട് എത്തി. യൂട്യൂബ് കുറച്ച് വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ട് നിർത്തേണ്ടി വന്നു. എന്നാൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് അതൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു 3 ഘടകമായിട്ടാണ് ലൈക്ക് ലൂതർവേഴ്സ്, ഇവിടെ സിംപ്ലി ലൂതർ, അതുപോലെ ലൈഫ് ഓഫ് മുസ്ഫി, ഇവിടെ നമ്മുടെ അൺനോൺ പോഡ്കാസ്റ്റ്. അത് ഞാൻ ഏതായാലും പറയാം നിങ്ങളോട് അറിയിക്കാം, അതൊരു നല്ല അപ്ഡേറ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ചലഞ്ച് സീരീസ് ഒക്കെ വരുന്നുണ്ട്, അതായത് ഈ വരുന്ന മാസങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ നിങ്ങൾ ഈ ക്യാമറയുടെ പുറകെ നിങ്ങൾ സിംഗിൾ ഷോട്ടായി കാണുന്നത് അതിലൊക്കെ നമ്മുടെ ഫ്രണ്ടാണ് എടുക്കുന്നത്. അപ്പം അവരൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാം മെയിനായിട്ട്.